ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് ജൂലൈ 5 എൻ്റെ ബർത്ത്ഡേ. നമ്മൾ രാവിലെ തന്നെ തിരുവള്ളൂരേക്ക് പോവാണ്, ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്. പോകണമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ. ആപ്പൻ ഒരേ നിർബന്ധം അങ്ങോട്ടേക്ക് ചെല്ലണം തന്നെ. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു, അമ്മേനെയും കൂടെ കൂട്ടി. കണ്ടോ മക്കളെ സന്തോഷം എന്താ അറിയാം. ഐശുവിനും പാറുവിനും അറിയാം അവിടെ ആപ്പൻ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവുന്നു. അതിൻ്റെ സന്തോഷത്തില്ല അങ്ങോട്ട് പോകാൻ അവർക്കും നല്ല ഇഷ്ടമാണ്. ഇത് വിയഞ്ചേറ കേട്ടോ. ഇതിൻ്റെ നേരെ അക്കരെയാണ് എൻ്റെ വീട്. തിരുവള്ളൂരേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് കേട്ടോ. മാസത്തിൽ 1-2 പ്രാവശ്യം എന്തായാലും പോകും. അവിടെ പോകുന്നൊരു പ്രത്യേക രസമാണ്. അവർ ചെല്ലുന്നതും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവർക്കൊരു സന്തോഷമാണ്, ഞങ്ങൾക്കും സന്തോഷമാണ്. നല്ല രസമാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറും ആ വീടിൻ്റെ ഒരു ആംബിയറും ഒക്കെ. നമുക്ക് എന്താ പറയുക, മൈൻഡൊക്കെ ഒന്ന് ചില്ലാവുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ മാസത്തിൽ 1-2 പ്രാവശ്യം പോവും. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ആപ്പൻ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തിരുവള്ളൂർ തറവാട്. കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ. നല്ല രസമാണ്. അപ്പോൾ ആപ്പനും പാർത്തേട്ടനും കൂടെ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ജയശ്രീ ആദർശം എന്ന് കണ്ടിട്ടായിരുന്നു തെറ്റിദ്ധരിക്കേണ്ട. പാർത്തേട്ടൻ്റെ റെക്കോർഡിക്കൽ നെയിം ആദർശം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളെല്ലാവരും കൂടെ നല്ല കേക്ക് കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ. ഉഷാ പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയൽ കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു കേട്ടോ. രാജാപ്പനുണ്ടായിരുന്നു, രാജാപ്പനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ഷാപ്പീൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയത്ത് എല്ലാവരും കോലായിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.